നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ സംശയം? വക്കീൽ എന്ന് കൊണ്ടുവന്ന പാർവതി ഏൽപ്പിച്ച ആ വിൽപത്രത്തിൽ പണം കായ്ക്കുന്ന മരം എന്നോ മറ്റോ അതിൽ എഴുതിയിട്ടുണ്ട്. അതെന്താണ്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് മാത്രമല്ല, ആചാര്യ വക്കീൽ എന്തിനാ വിൽപത്രവും ഡോക്യുമെന്റ്സും എല്ലാം കൊണ്ടുവന്ന് പാർവതിയുടെ കയ്യിൽ കൊടുത്തത്? എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്കും അതിനെക്കുറിച്ച് കൂടുതലായൊന്നും അറിയില്ല പ്രഭാവതി അമ്മേ. വിശ്വനാഥ സാർ മരിക്കുന്നതിന് മുമ്പ് അതെല്ലാം എന്റെ കയ്യിൽ തന്നിട്ട് ഗായത്രി അമ്മയുടെ മരുമകളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാനതുപോലെ ചെയ്തു. അത്രയേ ഉള്ളൂ. ആ വിൽപത്രവും ഡോക്യുമെന്റ്സും കൂടാതെ ഒരു ഡയറി കൂടി വിശ്വനാഥ് സാർ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഡയറിയോ? അതെ. അതിലെന്തൊക്കെയോ രഹസ്യങ്ങൾ വിശ്വനാഥ് സാർ കുറിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടാ ഡയറി എവിടെ? അതും ഗായത്രി അമ്മയുടെ മരുമകളെ മാത്രമേ ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. അത് ആചാര്യ വക്കീലെ, ആ ഡയറി ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? സോറി പ്രഭാവതി അമ്മേ. മരണക്കിടക്കയിൽ വെച്ച് വിശ്വനാഥ് സാറിന് കൊടുത്ത വാക്ക് എനിക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. മാത്രമല്ല, വാക്കിന് സ്വന്തം ജീവന് തുല്യം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, എങ്കിൽ ആ ഡയറി തരണ്ട. അതിനുള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. പാർവതി മാത്രമേ അത് തുറന്നു നോക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ വിശ്വനാഥ് സാറ് ആ ഡയറി എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞാനത് തുറന്നു നോക്കിയിട്ടില്ല. അങ്ങനെ തുറന്നു നോക്കുന്നത് മര്യാദയല്ല. അതുമല്ല, അത് തെറ്റുമാണ്. പാർവതി മാത്രമേ അത് വായിക്കാൻ പാടുള്ളൂ. പാർവതി അത് വായിച്ചാ മതി. വക്കീലെ, താങ്കൾ എന്തറിഞ്ഞിട്ടാ ഈ വിലപ്പെട്ട രേഖകളൊക്കെ കൊണ്ടുപോയി പാർവതിക്ക് കൊടുത്തത്? അവൾ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പെണ്ണാ. അവൾക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു എബിലിറ്റിയും ഇല്ല. ദയവേത് നിങ്ങൾ ഇതൊന്നും അവളെ വിശ്വസിച്ച് ഏൽപ്പിക്കരുത്, പ്ലീസ്. സോറി പ്രഭാതി അമ്മേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വിശ്വനാഥ സാർ എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിൽ നിന്ന് ഞാൻ അണുവിട പിന്മാറില്ല. അതിൽ നിങ്ങൾക്ക് എന്നോട് പരിഭവവും അനിഷ്ടവും ഒന്നും തോന്നരുത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാനിതൊന്നു പറഞ്ഞേ ഉള്ളൂ. ആ, ഇതൊരു വലിയ വിഷയമാക്കിയൊന്നും എടുക്കണ്ട. താങ്കൾക്ക് അത് പാർവതിയുടെ കയ്യിൽ തന്നെ കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ. മോനെ വിനയ്, വാ, നമുക്കിറങ്ങാം. ശരി, ഇറങ്ങിക്കോട്ടെ വക്കീലെ. ഓ, അങ്ങനെ ആവട്ടെ. പാർവതിയെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് പ്രഭാവതി സംസാരിച്ചത്? പാർവതിയുടെ കൈരേഖകൾ ഞാൻ കണ്ടതല്ലേ. അവൾ ദേവീ കടാക്ഷമുള്ള കുട്ടിയാണ്. വിശ്വനാഥൻ സാറിന്റെ സ്വത്തുക്കൾ പാർവതിയിൽ ഭദ്രമായിരിക്കും. പല്ലവി, വാതിലടയ്ക്കാതെ അത് തുറന്നിട്. കുറച്ച് ശുദ്ധവായു ഉള്ളിലേക്ക് കയറട്ടെ. ഇത്രയും നേരം കിട്ടിയ ശുദ്ധവായു മതി. വാതിലടയ്ക്കാനുള്ള നേരായി. ഞാനത് അടക്കട്ടെ. പല്ലവി, ഇത് ശരിയാവില്ലല്ലോ. തുറന്നേ. നിക്ക് വിപിൻ സാറേ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ കുറച്ചു നേരം സാറിനോട് ഇത്ര റൊമാൻറ്റിക് ആവാന്ന് കരുതിയാ വന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.